ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെ വന്നിരിക്കുകയാണ്. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും പിന്നെ തിരക്കുകളൊക്കെ കൊണ്ടാണ് നമുക്ക് അപ്ലോഡൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. ഈ 2 മാസത്തിൻ്റെ ഇടയ്ക്ക് കുറേ സിനിമകളും പിന്നെ അതുപോലെ തന്നെ ട്രെയിലേഴ്സും ഒക്കെ ഇറങ്ങി. സോ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഫാക്ട്സിനെയും സീക്രട്സിനെയും ഒക്കെ പറ്റി പറഞ്ഞായിരുന്നു. സോ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ അത് ചെക്കൗട്ട് ചെയ്തിട്ട് വരിക. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനും ഭയങ്കര സർപ്രൈസ്ഡാണ്. കാരണം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ട്രെയിലേഴ്സ് അടുപ്പിച്ച് 3-4 ദിവസം ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ആഴ്ചകളിൽ 3-4 ദിവസം ഓരോ മണിക്കൂർ വെച്ച് ട്രെയിലേഴ്സ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിലാണെങ്കിൽ കുറേയും കൂടി ക്ലിയർ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ സ്പൈഡർമാനെ കാണിക്കുന്നത് ഒരു ഫോണിൽ ഇങ്ങനെ ടിക്ടോക്ക് കാണുന്നതാണ്. നെഡിൻ്റെയും പിന്നെ MJയുടെയും ടിക്ടോക്ക് ഇങ്ങനെ വീഡിയോസ് കാണുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ക്ലാസിക് സ്പൈഡർമാൻ സ്റ്റൈലിൽ സ്വിങ്ങിങ്ങും അതുപോലെ തന്നെ കുറേ വില്ലന്മാരായിട്ടുള്ള ഫൈറ്റിങ്സും ഒക്കെ കാണുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് വരുന്ന വില്ലന്മാരിൽ സ്കോർപ്പിയനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൂമറാങ്ങിനെ കാണിക്കുന്നുണ്ട്. ബൂമറാങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ലെവൽ വില്ലന്മാരാണ്. അവരെ കോമിക്സിലൊക്കെ കുറേ കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ കോമിക് റെഫറൻസസും നേരത്തെ സ്പൈഡർമാൻസ്, അതായത് ടോബിയുടെ സ്പൈഡർമാനിലും അതുപോലെ തന്നെ ആൻഡ്രോയുടെ സ്പൈഡർമാനിലും ഉള്ള കുറേ റെഫറൻസസ്, അതായത് ഇപ്പോൾ ശ്രദ്ധിച്ച ആ സ്വിങ്ങിങ് സ്റ്റൈല് ആൻഡ്രോയുടെയാണ്. അതുപോലെ തന്നെ ചില സ്റ്റൈലുകൾ ഇപ്പോൾ മുഖത്തേക്ക് ആ വെബ് ചെയ്യുന്ന സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ടോബിയുടെ സ്പൈഡർമാനെ ടീസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. സോ നമുക്ക് ട്രെയിലറിൽ നിന്ന് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ വില്ലൻസ് ഒക്കെ ആയിട്ട് ഫൈറ്റിംഗ് ഉണ്ട്. ഒരു സ്ട്രീറ്റ് ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രീറ്റ് ലെവൽ സ്പൈഡർമാനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പണിഷറിനെ കാണാൻ പറ്റുന്നുണ്ട്. സോ പണിഷറിനെ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കോൺവെർസേഷൻ മോഡിലാണ് പണിഷറിനെ കാണിക്കുന്നത്. കാരണം അവരിങ്ങനെ ഒരു വണ്ടി പോകുന്നു, അതിൻ്റെ അടുത്ത് അവർ തമ്മിൽ സംസാരിക്കുന്നു. സോ എനിക്ക് തോന്നുന്നു ഈ സീനിന് മുന്നേ തന്നെ പണിഷറും സ്പൈഡർമാനും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ ബാനറിനെ കാണിക്കുന്നുണ്ട്. ഡോക്ടർ ബാനറിൻ്റെ ക്ലാസ്സിലിരുന്ന് പീറ്റർ പഠിക്കുകയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ എന്താണ് നിൻ്റെ പേര്, വാട്ട്സ് യുവർ നെയിം എന്നിങ്ങനെ ബാനർ ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ അറിയാലോ, നോവേ ഹോമിലെ ഇൻസിഡൻറ്റിനെ ടീസ് ചെയ്തിട്ടുള്ളൊരു ചോദിക്കലായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇതിലൊരു തിയറി എന്താണെന്ന് വെച്ചാൽ ബാനർ ഇപ്പോൾ സ്പൈഡർമാനെ മറന്നാലും ഹൾക്ക് മറക്കില്ല എന്നുള്ളതാണ്. സോ എത്രത്തോളം ഇതാണെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ കുറേ ലാബ് റിസൾട്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുറേ സ്പൈഡർമാൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി അതിൻ്റെ കുറേ കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ സ്പൈഡർമാൻ എന്തോ ഒരു ഫേസുകളുണ്ട് സ്പൈഡർമാൻ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ ആദ്യത്തെ ആ ഹോം സീരീസുകൾ, അതായത് സ്പൈഡർമാൻ നോവേ ഹോം, ഫാർ ഫ്രം ഹോം, അതല്ലെങ്കിൽ ഹോം കമ്മിങ്. അപ്പോൾ ഈ ഹോം സീരീസിൽ നിന്ന് പുതിയൊരു സീരീസിലേക്ക് സ്പൈഡർമാൻ വന്നേക്കുവാണ്. സോ ആ ഒരു സ്പൈഡർമാൻ എന്ന് വെച്ചാൽ ആ ഹോം സീരീസിലുള്ള സ്പൈഡർമാൻ്റെ ലൈഫിൽ നിന്ന് മാറി കുറേയും കൂടി ഒരു ഡാർക്ക് അല്ലെങ്കിൽ ആരും ഇല്ലാത്ത ടൈപ്പ് ഒരു മൊത്തത്തിൽ എലോണായിട്ടുള്ളൊരു സ്പൈഡർമാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ പവേഴ്സ് കുറച്ചും കൂടി ചേഞ്ച് ആവുക, കുറച്ചും കൂടി ഇവോൾവ് ആവുക, കുറേയും കൂടി എന്താ പറയുക ബെറ്റർ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെയാണ് ആ ലാബ് റിസൾട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ ഒരു മ്യൂട്ടേഷൻ സ്പൈഡർമാന് സംഭവിക്കുന്ന പോലെ ഹിൻ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഒരു കൊക്കോൺ സീൻ, അതായത് വെബ് ഇങ്ങനെ നെയ്തിട്ടിട്ട് അതിൽ നിന്ന് പൊട്ടി പുറത്തേക്ക് വരുന്ന ഒരു സ്പൈഡർമാൻ്റെ ഒരു ചെറിയൊരു സീൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ ഹാൻഡ്, ഇപ്പോൾ ഡെയർ ഡെവിളിലൊക്കെ ഉള്ള ഹാൻഡ് ഓർഗനൈസേഷനെയും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹാൻഡ് ഓർഗനൈസേഷനായിട്ടുള്ളൊരു ഫൈറ്റ്, ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ പീറ്ററിൻ്റെ കണ്ണ് ഇങ്ങനെ ഡാർക്കായിട്ടുണ്ട്. അതൊരിക്കലും വെനം കയറിയതൊന്നുമല്ല, ഇത് മ്യൂട്ടേഷൻ നടക്കുന്ന സ്പൈഡർമാനാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പണ്ടത്തെ നിങ്ങളത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം, 1994 അമേസിങ് സ്പൈഡർമാൻ്റെ കാർട്ടൂൺ സീരീസുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിലിതുപോലൊരു സീരീസ് ഉണ്ട്. ആ സീരീസിൽ ഒരു എപ്പിസോഡുണ്ട്. ആ എപ്പിസോഡിൻ്റെ ലിങ്കും അല്ലെങ്കിൽ അതിൻ്റെ പേരും എപ്പിസോഡ് നെയിമും ഒക്കെ ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. ഞാനൊരു ടെലഗ്രാം ചാനൽ തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വേണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് തരാം നിങ്ങൾക്ക്. സോ ആ സാധനത്തിൻ്റെ അകത്ത്
എന്താ പറയുക, സ്പൈഡർമാൻ മ്യൂട്ടേറ്റ് ആയി ഇങ്ങനെ 6 കൈയുള്ള ഒരു സ്പൈഡർ ആയത്, മാൻ സ്പൈഡർ എന്നാണ് പറയുന്നത്, അങ്ങനത്തെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. സോ അത് ടീസ് ചെയ്യുന്ന പോലെയാണ് എനിക്കിവിടെ തോന്നിയത്. പിന്നെ ആ ഫൈറ്റിംഗ് ആയാലും ഭയങ്കര അടിപൊളിയാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് വെബാണ്. അതായത് നമ്മുടെ ടോബി സ്പൈഡർമാനെ പോലെ തന്നെ വെബ് ഷൂട്ടർ ഇല്ലാതെ കയ്യിൽ നിന്ന് വെബ് വരുന്ന ഒരു മോഡലിനാണ് ഓർഗാനിക് വെബ് എന്ന് പറയുന്നത്. സോ ഇവിടെ അതും ആ ഒരു എബിലിറ്റിയും എന്താ പറയുക പീറ്റർ ഗെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ ടീസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാഡി സിംഗിൻ്റെ ക്യാരക്ടർ അതിവിടെ ജീൻ ഗ്രേ ആണെന്നും പറയുന്നുണ്ട്. ജീൻ ഗ്രേ അറിയാമല്ലോ, നമ്മുടെ എക്സ്മാൻ സീരീസിലുള്ള നമ്മുടെ സൈക്ലോപ്സിൻ്റെ ബുൾവറൈൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ജീൻ ഗ്രേ. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ കുറേ മൈൻഡ് കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ ശത്രുവിനെ പറ്റി പറഞ്ഞ പോലെ മൈൻഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ പറ്റുന്നൊരു ക്യാരക്ടറാണ് ഈ ജീൻ ഗ്രേയുടെ. അപ്പോൾ അതിവിടെ എന്തായിരിക്കും, എത്രത്തോളം ഈ കഥയിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ എൻ്റെ അസംഷൻസ് ആണ്. നമുക്ക് എന്താ പറയുക, ട്രെയിലേഴ്സ് കണ്ടിട്ട് അത്രയൊക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൾക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഹൾക്ക് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ സാധ്യതയില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഫോമിലാണ്. അപ്പോൾ സാവേജ് ഹൾക്ക്, അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഹൾക്ക് വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയർ ഡബിളാണ്. അപ്പോൾ ഡെയർ ഡബിളിനെ ട്രെയിലറിലും എവിടെയും കാണിച്ചിട്ടില്ല. അപ്പോൾ ഡെയർ ഡബിൾ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നോവേ ഹോമിൻ്റെ ട്രെയിലർ നോക്കിയാലും നമുക്ക് ആൻഡ്രോയിനും ടോബിനെയൊക്കെ അവർ മാറ്റിയിട്ടായിരുന്നു നമുക്ക് ട്രെയിലർ ഇട്ടിരുന്നത്. സോ അത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പണിഷറും സ്പൈഡർമാനും ഡെയർ ഡബിളും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഹാൻഡിൻ്റെ ഓർഗനൈസേഷനകത്തേക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് അവർക്കും ഒരു റോൾ ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും നെഡും എം ജെയും പീറ്ററിനെ മനസ്സിലാക്കുമോ എന്നുള്ളത്. നെഡും എം ജെയും പീറ്ററിനെ മനസ്സിലാക്കാൻ സാധ്യതയില്ല. കാരണം ആ ഒരു പാർട്ടി സീൻ ഈ ട്രെയിലറിൽ കാണിക്കുന്നതിൽ തന്നെ നെഡും എം ജെ പോയി അവിടെ സംസാരിക്കുന്ന സമയത്ത് ഐ ആം ജസ്റ്റ് എ ഫ്രണ്ട്ലി നെയ്ബർ എന്നാണ് സ്പൈഡർമാൻ പറയുന്നത്, അതായത് പീറ്റർ പാർക്കർ പറയുന്നത്. സോ പീറ്ററിൻ്റെ ഐഡൻറ്റിറ്റി ആർക്കും ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ പീറ്ററിൻ്റെ പേര് അവിടെ യൂസ് ചെയ്യാത്ത പോലെയാണ് ട്രെയിലറിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫൈറ്റ് സീൻ ഹാൻഡിൻ്റെ കൂടെ, അവിടെയും മാസ്ക് ഓപ്പൺ ആണ്. ഇപ്പോൾ പീറ്റർ ആരാന്ന് ലോകത്തിന് ആർക്കും അറിയില്ല. ഇപ്പം അൺമാസ്ക് ചെയ്താൽ പോലും സ്പൈഡർമാൻ്റെ വേഷമിട്ട് ഏതോ ഒരുത്തെന്ന് മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. ഒരു ഡാറ്റ ഇല്ല പീറ്ററിൻ്റെ. സോ പീറ്റർ അൺബോധേഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എം ജെ ആയിട്ടുള്ള റൂഫ് ടോപ്പ് സീനൊക്കെ കാണിച്ചിട്ടുണ്ട് സ്പൈഡർമാൻ്റെ കൂടെ. അപ്പോൾ ഈ നെഡും എം ജെയും ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് സ്പൈഡർമാൻ്റെ കൂടെ പണ്ടത്തെ പോലെ വീണ്ടും എന്തെങ്കിലും കാര്യത്തിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ളത് എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം നമ്മൾ. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പീറ്ററിൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ്, അത് ഒരു ഷിഫ്റ്റാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പീറ്ററിന് ഇപ്പോൾ ഈ സ്പൈഡർമാൻ്റെ പവേഴ്സും ഈ പീറ്ററിൻ്റെ ലോൺലിനെസ്സും എല്ലാം കൂടി ചേർന്നിട്ട് പുള്ളി ഏത് സ്റ്റേജിലാണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഒന്നാമത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു മ്യൂട്ടേഷൻ ലെവലിലേക്ക് പുള്ളി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ആരുടെയും സപ്പോർട്ടില്ലാതെ പുള്ളി തന്നെ അതൊക്കെ എന്താ പറയുക ഓവർകം ചെയ്ത് വരണം. അതിൻ്റെ കൂടെ തന്നെ ഈ ലോകത്ത് പുള്ളിക്ക് ആരുമില്ല, ആർക്കും പുള്ളിന് ഓർമ്മയുമില്ല. സോ ഏതൊരു മെൻ്റൽ സ്ട്രഗിളിൽ കൂടെയാണ് പുള്ളി പോണേന്ന് നമുക്കറിയില്ല. സോ ഈ സാധനമൊക്കെ നമുക്ക് സിനിമ വന്നാലാണ് അറിയാൻ പറ്റുള്ളൂ. ജൂലൈയിലാണ് റിലീസ്. അതുപോലെ തന്നെ എനിക്ക് സർപ്രൈസിംഗ്ലി തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ട്രെയിലർ മലയാളത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ കമൻറ്റിൽ അത് പിൻ ചെയ്തേക്കാം. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് തരുക. ഞാൻ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് സ്പൈഡർമാൻ്റെ ട്രെയിലറിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്ര നേരം കേട്ടിരുന്നതിന് നന്ദി. പിന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റിൽ കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഐഡിയാസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചതിന് ഞാൻ അതുപോലെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ടെലഗ്രാം ചാനൽ വേണമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ പ്രയറായിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ സാധനങ്ങളോ അനിമേറ്റഡ് സീരീസോ ഇങ്ങനെ എന്തെങ്കിലും റെഫറൻസോ കോമിക്സിൻ്റെ ഇതുകളോ ഒക്കെ വേണമെങ്കിൽ എനിക്ക് ആ ലിങ്ക്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനും പറ്റും. സോ ബൈ ഗൈസ്.